ഞാൻ പറഞ്ഞില്ലായിരുന്നു റിട്ടേൺ കൊടുത്തിട്ട് വുഡ്ലാൻഡിൻ്റെ ഷൂ വാങ്ങിയെന്ന്. വുഡ്ലാൻഡ് ഷൂ അത് പക്ഷേ വെയ്റ്റ്ലെസ് ആയിരുന്നു. ഇത് വെയിറ്റ് ഉണ്ട്. പിന്നെ ഭയങ്കര ഹീലൊന്നുമില്ല, ചെറിയ ഹീലുകൾ. പിന്നെ എക്സ്ചേഞ്ച് ചെയ്തിട്ട് വാങ്ങാനായിട്ട് അവിടെ കടയിൽ വേറെ ഇല്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ ഇതങ്ങ് എടുത്തു. പിന്നെ 3 months ഇവർക്ക് വാറണ്ടി ഉള്ളൂ കേട്ടോ. അപ്പം നമ്മൾ ഇതുപോലെയൊക്കെ വിലയുള്ള സാധനങ്ങൾ എടുക്കുമ്പോൾ സൂക്ഷിക്കണം. ഇവർ പൈസ റീഫണ്ട് ചെയ്യില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് പിന്നെ ഞാൻ എടുക്കേണ്ടി വന്നു. പിന്നെ വുഡ്ലാൻഡ് അല്ലേ, ബ്രാൻഡല്ലേ, ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഇതിൻ്റെ റേറ്റാക്കി ഇവിടെ എടുത്തേക്കുന്നു. ബില്ല് ഞാൻ നോക്കിത്തരാം. ഇതാ വുഡ്ലാൻഡിൻ്റെ ഷൂ 5495 കഴിഞ്ഞിട്ട് 4121 രൂപ. പിന്നെ കോട്ടിന് 2508 രൂപ. ഒരു കോട്ട് കൂടെ ഞാൻ വാങ്ങിച്ചു, കാണിച്ചു തരാം കേട്ടോ. കാരണം ഇവർ റീഫണ്ട് ചെയ്യില്ല. എൻ്റെ ഷൂസിന് എത്ര 5246. 5246 എൻ്റെ ഷൂവിൻ്റെ റേറ്റ്. അപ്പോൾ അതുകൊണ്ട് അവർ ബാക്കി പൈസ തരില്ല. പിന്നെ ഞാനൊരു കോട്ട് കൂടി എടുക്കേണ്ടി വന്നു. കോട്ട് ഞാൻ കാണിച്ചു തരാം. കോട്ടിൻ്റെ റേറ്റ് കാണുന്നില്ല, നോക്കട്ടെ. കോട്ട് കാണാൻ ഒരു ആനച്ചന്തമൊക്കെ ഉണ്ട്. സാധനം വുഡ്ലാൻഡ് ആയതുകൊണ്ട്. പിന്നെ അകത്ത് നല്ല നൈസായിട്ടുണ്ട്, കണ്ട. അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് വുഡ്ലാൻഡ്. പിന്നെ എന്ത് പറയാനാ, എത്ര 7000-8000 രൂപയും കണ്ടാണ് ഇതിൻ്റെ ഒറിജിനൽ റേറ്റ്. ഇത് റെയിൻകോട്ടായി മാറും, മനസ്സിലായി. ഇതിങ്ങനെ തുറന്ന് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇത് റെയിൻകോട്ടായി മാറും. കാണിച്ചെന്നില്ലെങ്കിൽ ഞാൻ ജന്മത്തിൽ അറിയാനും പോണില്ല. കണ്ടോ, തലയിൽ ക്യാപ്പിടാം, അപ്പോൾ റെയിൻ നനയില്ല. ഇതും നനയാത്ത മെറ്റീരിയലാണ്, റെയിൻകോട്ടാണ്. ഞാനിനി ഇതേത് കാലത്ത് പുറത്ത് പൊട്ടിക്കുമെന്ന് അറിയില്ല. എനിക്കിങ്ങ് മഴയത്തിടാനേ തോന്നുന്നില്ല, അത്ര നല്ല ഇതാണ്. ഞാനങ്ങ് അമേരിക്കയിൽ പോകുമ്പോൾ, ടൂർ പോകുമ്പോൾ ഇടും, അല്ലാണ്ട് ഈ ജന്മത്തിൽ ഞാൻ പോവില്ല. അപ്പം ഞാൻ വെറുതെ കേട്ടോ, ഞാനിടും, ഇടാണ്ടൊന്നും ഇരിക്കില്ല. അപ്പോൾ എനിക്കിതിന് 1000 രൂപ കൊടുക്കേണ്ടി വന്നു അങ്ങോട്ട്. വീണ്ടും പൈസ കൊടുക്കേണ്ടി. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? ആരും ഓൺലൈൻ വഴി ഇമ്മാതിരി സാധനങ്ങളൊന്നും എടുക്കണ്ടെന്നേ ഞാൻ പറയുള്ളൂ. നേരിട്ട് പോയി ഷോപ്പിൽ പോയി പർച്ചേസ് ചെയ്യുക. അല്ലെങ്കിൽ ഷൂവിൻ്റെ അളവൊക്കെ അറിയാമെങ്കിൽ എടുക്കുക. എനിക്ക് പിന്നെ ഈ അളവും കാര്യങ്ങളൊന്നും അറിയാത്തതുകൊണ്ട് ഞാൻ പിന്നെ എടുത്തില്ല എന്നേ ഉള്ളൂ. അകത്തോട്ട് കയറിയിട്ട് കളറൊക്കെ അടിപൊളി കേട്ടോ. ഇടുമ്പോൾ നല്ല സ്റ്റാൻഡേർഡ് ലുക്കുണ്ട്. എനിക്കിഷ്ടമായത് ഷൂവിനേക്കാളും ഇതാണ്. ഷൂ പിന്നെ കണ്ടോ, ഷൂ പിന്നെ ഞാൻ വിചാരിച്ച ഹൈറ്റൊന്നുമില്ല. മറ്റേത് ഇത്ര കൂടെ ഹൈറ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഉദ്ദേശിച്ച ഇത്ര ഹൈറ്റ് വേണമായിരുന്നു. അല്ലെങ്കിൽ ഹൈറ്റ് ഇല്ലാത്ത എനിക്ക് ഇത് എൻ്റെ നോർമൽ ഷൂ പോലെ തന്നെയുണ്ട്, മനസ്സിലായോ? അപ്പോൾ ഇത്രയെങ്കിലും ഹൈറ്റ് വേണമായിരുന്നു എനിക്ക്. പിന്നെ ഷൂ പിന്നെ പറയാൻ എന്താ ഉള്ളത് ഷൂവിനെ കുറിച്ച്? ഇത് ഇച്ചിരി ഹൈറ്റ് ഉണ്ട്, ഇതേപോലെ വെയിറ്റ് ഉണ്ട്, ഇച്ചിരി കൂടെ വെയിറ്റ് ഉണ്ട്. മറ്റേത് ഒട്ടും വെയിറ്റില്ല, നല്ല ഹൈറ്റ്, മനസ്സിലായി. ഇത്രയെങ്കിലും ഹൈറ്റ് വേണം. ഞാനിനി വേറെ ഷൂ വാങ്ങും. വേറെ ഷൂവിനൊക്കെ 1 year വാറണ്ടി ഉണ്ട്. ഇത് പിന്നെ 3 months വാറണ്ടിയേ ഉള്ളൂ. ഇത്രയും നല്ല ബ്രാൻഡഡ് സാധനങ്ങൾ വാങ്ങുമ്പം ചേട്ടാ, നിങ്ങൾ കമ്പനിക്കാർ 1 കൊല്ലം വാറണ്ടിയെങ്കിലും തരണ്ടേ? പിന്നെ എന്തെങ്കിലും സംഭവിച്ചാൽ കൊണ്ട് ചെല്ലാൻ പറഞ്ഞു. ഞാൻ ചോദിച്ചു, ചേട്ടാ ഇത്രയും വിലേൻ്റെ സാധനം ഞാൻ വാങ്ങിയപ്പോൾ ചേട്ടൻ 1 കൊല്ലം വാറണ്ടിയാണോ തരുന്നത്, അല്ല 3 മാസം വാറണ്ടിയാണോ തരുന്നത്? എല്ലാവരും 1 കൊല്ലം വാറണ്ടി തന്നു. 1000 സംതിങ്ങിൻ്റെ ഷൂ ചോദിച്ചപ്പോൾ തന്നെ അവർ 1 കൊല്ലം വാറണ്ടി എനിക്ക് തരുന്നു കേട്ടോ. 2000 രൂപേൻ്റെ ഷൂ ഒക്കെ ചോദിച്ചപ്പോൾ നിങ്ങൾ എന്താണ് ഇമ്മാതിരി എന്നൊക്കെ ചോദിച്ചാൽ പറഞ്ഞു എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുവന്നോ എന്ന് പറഞ്ഞു. ഇത് തുണിയാണ്, എനിക്ക് തോന്നുന്നില്ല ഇത് മഴയത്തിടാൻ പറ്റുമെന്ന്. പിന്നെ സ്മെല്ലും ആയിരിക്കും. പിന്നെ വെയിലത്തൊക്കെ ഇട്ട് ഓടിക്കാം. ഇനിയിപ്പം ഞാൻ വേറൊരു ഷൂ കൂടെ വാങ്ങേണ്ടി വരും. അവർ 1 കൊല്ലം വാറണ്ടിയെങ്കിലും തരുന്നുണ്ട്. എന്നിട്ട് അടിക്കടി ഞാൻ കൊണ്ടുപോയിട്ട് ചേട്ടാ കംപ്ലൈൻറ്റ് എന്ന് പറയാമല്ലോ. ഇത് മഴയത്തിടാൻ പറ്റില്ല, സ്മെല്ലായിരിക്കും, മനസ്സിലായോ? തുണിയാണ്, തുണീൻ്റെ പോലത്തെയാണ്. പിന്നെ അകത്തൊക്കെ കാണാൻ ഒരു ലുക്കുണ്ട്, കാണുമ്പോൾ സ്റ്റാൻഡേർഡ്. ഇത് വുഡ്ലാൻഡ് എന്ന് പറയാമല്ലോ, അത്രയേ ഉള്ളൂ. പിന്നെ എൻ്റെ ചേച്ചി തന്നാണ് ഇതിൻ്റെ പേരിൽ ഇന്നലെ ഒരുത്തം വഴക്കുണ്ടാക്കിയ മാതിരി. എൻ്റെ ചേച്ചി തന്ന സാധനത്തിന് ഇവനൊക്കെ എന്താണമ്മോ കൊണ്ടിളകിയെന്ന് എനിക്കറിയില്ല. കോട്ട് അടിപൊളിയാട്ടോ, ഒന്നും നോക്കാനില്ല. കോട്ട് സൂപ്പർബാണ്. സൈസ് എത്രയാണ്? പിന്നെ സൈസ് L-ആണ്. നല്ല അടിപൊളി, എനിക്ക് ഇഷ്ടപ്പെട്ടു. കോട്ട് സൂപ്പർ, ഒന്നും പറയാനില്ല. പിന്നെ വുഡ്ലാൻഡുകാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളിങ്ങനെയൊക്കെ തരുമ്പോൾ നമുക്ക് റീഫണ്ടെങ്കിലും ചെയ്യാമായിരുന്നു.
എനിക്ക് ഈ ഷൂ ഓക്കെയാണ്. ഞാൻ വെയിലത്തിടാനല്ല ചോദിച്ചത്, എനിക്ക് എപ്പോഴും ഇടാനായിരുന്നു ചോദിച്ചത്. ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും കമ്പനീൻ്റെയൊക്കെ ചോദിക്കാം, പോയിട്ട് ഒരു ഷൂ എന്ന് ചോദിക്കാം എന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ ഇതിനായിട്ട് ഞാൻ വേറെ ഷൂ വാങ്ങേണ്ടി വരും, മനസ്സിലായി. ഇച്ചിരി ഹൈറ്റുള്ള ഷൂ 1000-1500 കൊടുത്ത കുറച്ചുകൂടെ ഹൈറ്റുള്ള ഷൂ വാങ്ങും, കിട്ടും. കണ്ടോ, ഒട്ടും ഹൈറ്റില്ല, കണ്ടോ, നോർമൽ ഞാനിടുന്ന ഷൂ പോലെ തന്നെയുണ്ട്. എനിക്കുണ്ടല്ലോ കൊല്ലണോ അല്ല, എനിക്കിത് ആകപ്പാട് ദേഷ്യം വന്ന് പിന്നെ ഞാൻ ഒന്നും മിണ്ടിയില്ല, കിട്ടിയതെടുത്തുണ്ടെങ്കിൽ പോന്നു. എനിക്ക് കളർ ഷൂ ഇല്ല, ഇഷ്ടപ്പെട്ടു, കൊള്ളാം. പക്ഷേ എങ്കിലും മഴയത്തിടാൻ പറ്റൂല, ഡെയിലി യൂസിന് പറ്റുമായിരിക്കാം, എനിക്കറിയില്ല. കാരണം ഇതൊക്കെ ഉപയോഗിച്ചവർ പറയും, കണ്ടവരുടെ വീട്ടിലുണ്ടെന്നൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഫാസ്റ്റ് ട്രാക്കിൻ്റെ ഉണ്ട് ഒരു ഷൂ ഉണ്ട്, ഇപ്പോഴൊന്നും ആയിട്ടില്ല, പക്ഷേങ്കിൽ 1 ഇഞ്ച് പൊട്ടിക്ക് ചെറുതാണ്. പിന്നെ ഞാൻ അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. എനിക്ക് പിന്നെ സാധനങ്ങളൊക്കെ ഇങ്ങനെ തന്നെ വെക്കുന്ന സൂക്കേട് കൂടുതലല്ലേ, കണ്ട വീട്ടിലുണ്ടെന്നൊക്കെ ബാക്കിൽ എഴുതിയിട്ടുണ്ട്. ഒരു ബെൽറ്റൊക്കെ നല്ല റേറ്റ് ഉണ്ട്, 1500 രൂപയ്ക്കുണ്ട്. ഇത് 7000-8000 രൂപ എങ്ങാണ്ടാണ്, 40% ഓഫറാണ്. കോട്ടൊക്കെ പോയി എടുക്കണമെങ്കിൽ എടുത്തോ. പാൻറ്റ്, ഷൂസ് വലിയ സെലക്ഷൻ ഇവിടെ ഇല്ല. പിന്നെ ഞാൻ ഇതിനായിട്ട് ഇനി എറണാകുളത്തൊക്കെ പോട്ടെ, അതുകൊണ്ട് പിന്നെ കിട്ടിയത് എടുത്തുകൊണ്ട് പോകുന്നു. ചിലപ്പോൾ എറണാകുളത്തൊക്കെ പോയാൽ ചിലപ്പോൾ കിട്ടിയാലായി സൈസ് 30 കാണുന്നോ അറിയില്ല. നിങ്ങൾ കാണുന്നുണ്ടോ? ഞാനൊന്നും കാണുന്നില്ലേ. 30 എനിക്ക് കണ്ണിന് കാഴ്ച കുറവുണ്ട്. 37 ആയിരിക്കും തോന്നുന്നുണ്ട്. കാണുന്നുണ്ട് അതിനകത്ത് വുഡ്ലാൻഡ്. പിന്നെ മറ്റേ സേച്ചി ഇപ്പോൾ പറയും ചുമ്മാ എന്ന് പറയും, മനസ്സിലായ? സേച്ചി ഇപ്പോൾ പറയും ചുമ്മാ എന്ന് പറയും. ചേച്ചി കാണണ ചേച്ചി, ഇത് വുഡ്ലാൻഡ് തന്നെ ചേച്ചി. ഞാനപ്പോൾ ബാക്കി എത്രയാണ് കൊടുത്തത്? 1483 രൂപ ഞാൻ അങ്ങോട്ട് കൊടുക്കേണ്ടിയിരുന്നു. എന്തിൻ്റെ ക്രിമിയടിയാണ് എനിക്ക്? 5246 രൂപേൻ്റെ സാധനം വാങ്ങിച്ചിട്ട് ഞാൻ അങ്ങോട്ട് 1483 രൂപ കൊടുത്ത് വീണ്ടും കടിക്കണം പട്ടി വാങ്ങിയ പോലെ ഇപ്പം.